ഹലോ ലേഡീസ് അവറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എന്താണ് അനുശ്രീ സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ നമ്മുടെ ആ ഒരു ജാനുവരി 26 ഒരു തേഴ്സ്ഡേ ആയിരുന്നു. ഫ്രൈഡേ ഒരു ദിവസം അവധിയെടുത്ത് 4 ദിവസം അടിച്ചു പൊളിച്ച് മൂന്നാറൊക്കെ പോയി വന്ന് അതിൻ്റെ ആ ഒരു ഓർമ്മ ഞാൻ ഫോട്ടോസൊക്കെ നോക്കിയായിരുന്നു. അപ്പം ഞാൻ മൊത്തത്തിലൊരു ഹോളിഡേ മൂഡാണല്ലേ? കേട്ടോ, ഹോളിഡേ മൂഡാണ്. പക്ഷേ ഹോളിഡേ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ഓൾ ഇന്ത്യയിൽ കിട്ടുന്നത് ആകെ 3 ഹോളിഡേസ്, അതായത് എല്ലാ ഇന്ത്യക്കാർക്കും ഒരുപോലെ ആഘോഷിക്കാൻ പറ്റുന്ന 3 ഹോളിഡേസ്: റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, ഗാന്ധി ജയന്തി. ഈ 3 അപ്പം ഇപ്പോൾ റിപ്പബ്ലിക് ഡേ കഴിഞ്ഞു, ഇനി ഇൻഡിപെൻഡൻസ് ഡേ കാത്തിരിക്കണം എല്ലാവർക്കും ഒരു പ്ലാനിങ് നടത്താനായിട്ടല്ലേ. പക്ഷേ അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് കാത്തിരിക്കുന്നതിന് മുമ്പായിട്ട് റിപ്പബ്ലിക് ഡേയുടെ ഒരു കുറച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് തീർച്ചയായിട്ടും പറയാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ത്യയുടെ കുറച്ച് വിശേഷങ്ങളും കൂടെ, നമ്മുടെ ഇത്രയും വലിയ ഇന്ത്യ, നമ്മൾ ഇത്രയും അഭിമാനം കൊള്ളുന്ന ഇന്ത്യയെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളും കൂടെ നമുക്ക് ഇതിനൊപ്പം കേൾക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മുടെ സ്മാർട്ട് ലേഡീസ് സെഗ്മെന്റ് കണ്ടാലോ? തീർച്ചയായിട്ടും. സ്മാർട്ട് ലേഡീസ് സെഗ്മെന്റ് വിവിധ മേഖലകളിൽ തങ്ങളുടേതായ രീതിയിൽ കഴിവ് തെളിയിച്ച സ്ത്രീരത്നങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ ലല്ലി റോഷൻ, ആർട്ടിസ്റ്റാണ്. ഞാൻ അവർ ലേഡീസ് തോപ്പുംപടി അവർ ലേഡീസ് ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപികയാണ്. ഇപ്പോഴത്തെ കാലത്തെ രീതിയിലുള്ള കണ്ടംപററി ചിത്രകലയാണ് എനിക്ക് താല്പര്യം. കൂടുതലും ഞാൻ അക്രിലിക് വാട്ടർ കളറിലാണ് ചെയ്യാറുള്ളത്. വാട്ടർ കളർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീഡിയമാണ്. അതിൻ്റെ സ്പോണ്ടേനിറ്റിയും ട്രാൻസ്പെറൻസിയും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പത്തിൽ വാട്ടർ കളർ മീഡിയത്തിലാണ് തുടങ്ങിയത്. മിക്ക കൊച്ചുകുട്ടികളെയും പോലെ ചെറുപ്പം മുതലേ വരയ്ക്കുമായിരുന്നു. ഒരു 10 years കഴിഞ്ഞിട്ടാണ് ഇതിലേക്കൊക്കെ വന്നത്. വരയ്ക്കുമായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്തൊക്കെ ഇത് പഠനത്തിനായിരുന്നു കൂടുതൽ മുൻതൂക്കം ഉണ്ടായിരുന്നത്. ആരുടെയും കീഴിലൊന്നും അന്ന് പഠിച്ചിട്ടില്ല. പിന്നെ 10th കഴിഞ്ഞു, പിന്നെ കോളേജിൽ ചെന്നു. ഞാൻ ഇംഗ്ലീഷാണ്, ലിറ്ററേച്ചറാണ് പഠിച്ചത്. പിന്നെ MA എടുത്തു, BEd ചെയ്തു. അങ്ങനെ ഒരു ഇംഗ്ലീഷ് അധ്യാപികയായിട്ടാണ് അവർ ലേഡീസ് സ്കൂളിൽ ഞാൻ ജോലി ചെയ്യുന്നത്, ഹൈസ്കൂൾ വിഭാഗത്തിൽ. പിന്നീട് വിവാഹം കഴിഞ്ഞു. ഹസ്ബൻഡ് മെർച്ചൻ്റ് നേവിയിൽ ക്യാപ്റ്റൻ ജൂഡി റോഷനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ നാൾ സെയിൽ ചെയ്യാനായിട്ട് അവസരം കിട്ടി. അപ്പോൾ വീണ്ടും എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഒന്നും ചെയ്യാനില്ലായിരുന്നു. ലേഡീസിന് അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഞാൻ ഈ ആർട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരികയായിരുന്നു. അതിനിടയ്ക്ക് കുറച്ച് നാൾ ഞാൻ ഈ ജോലിയിൽ പ്രവേശിക്കുന്ന മുമ്പ് കുറച്ച് നാൾ ഞാൻ ഇതിനോട് താല്പര്യമുള്ളത് കൊണ്ടായിരിക്കാം, എപ്പോഴും എൻ്റെ മനസ്സ് ഇതിനുവേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം, നമ്മുടെ എറണാകുളത്തെ കലാപീഠത്തിലെ കലാധരൻ മാഷിൻ്റെ കലാപീഠത്തിൽ ചേരുകയും അവിടുന്ന് കുറച്ച് ട്രെയിനിങ് നേടുകയും ചെയ്തു. അദ്ദേഹം വളരെയധികം എക്സിബിഷൻസൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് ഈ ഫീൽഡിലേക്ക് എനിക്ക് കൂടുതൽ താല്പര്യമുണ്ടായി. അപ്പോൾ ഈ ഒരു സ്പാർക്ക് ഉള്ളിലുള്ള ഇതുകൊണ്ടാണ് പിന്നെ ഞാൻ ഷിപ്പിൽ സെയിൽ ചെയ്യാനൊക്കെ പോയപ്പോഴത്തേക്കും കുറേ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ സ്കൂളിൽ തിരിച്ചു വരികയുണ്ടായി. പിന്നെ വീണ്ടും ജോലി കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. 2 കുട്ടികളായി. എന്നിട്ട് പിന്നെ എനിക്ക് ഇത് ഉള്ളിലുള്ളതുകൊണ്ട് എനിക്ക് വീണ്ടും ഇത് പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ കുറച്ച് നാൾ ഞാൻ ലീവ് എടുത്തു. RLV കോളേജിൽ ഫൈൻ ആർട്സ് ചെയ്തു. അത് 2007 ആണ്. ലേറ്റായിട്ടാണ് ചെയ്തത്. ഐ വാസ് ഏറ്റവും സീനിയറായിട്ടുള്ള കുട്ടിയായിരുന്നു അവിടെ. കുട്ടിയെന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും സീനിയറായിരുന്നു ഞാൻ അവിടെ ചെയ്തു. 4-year കോഴ്സ് ഞാൻ ചെയ്തു. അവിടെ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ ഉള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ ഇതിലേക്ക് ട്രെയിനിങ് എനിക്ക് ലഭിച്ചത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് കണ്ടംപററി ആർട്ടാണ്. അത്
പല രീതിയിൽ അപ്പം നമ്മൾ കാലം മാറുന്നതനുസരിച്ചിട്ട് നമ്മുടെ ചെയ്യുന്ന രീതികളിലും ചിന്തകളിലും ഒക്കെ മാറ്റം വരുന്നുണ്ട്. ആദ്യം സീനറിയിലൊക്കെ ചെറുപ്പകാലത്തിൽ തുടങ്ങി, പിന്നെ പഠിക്കാനൊക്കെ പോയപ്പോൾ അത് മാത്രം പോരാ, വേറെ ഫിഗേഴ്സ് വരാൻ തുടങ്ങി. പിന്നെ RLVയിലെ കോളേജ് കാലഘട്ടത്തിൽ എനിക്ക് കൂടുതലും ലൈഫ് സ്റ്റഡി, പോർട്രേറ്റൊക്കെ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. ഈ പോർട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ വരുന്ന ലൈറ്റ് ഷെയ്ഡ്സ്, എക്സ്പ്രഷൻസ്, അവരുടെ ഇന്നർ മൂഡും ഫേസിൽ റിഫ്ലക്റ്റ് ചെയ്യുക, അതൊക്കെ അത് പിടിച്ചെടുക്കുക എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഫിഗേഴ്സാണ് എനിക്ക് കൂടുതൽ ചെയ്യാനായിട്ട് ഇഷ്ടം. എസ്പെഷ്യലി ഫേസസിൻ്റെ ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസ് ചെയ്യാനായിട്ട് ഇപ്പോൾ എനിക്ക് താല്പര്യമുണ്ട്. പിന്നെ സീനറീസിൽ നിന്നൊക്കെ മാറി കുറച്ച് നാൾ ഞാൻ ഈ ലാൻഡ്സ്കേപ്പ് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് സ്റ്റൈലൈസ് ചെയ്തുകൊണ്ട് കുറച്ചൊക്കെ ചെയ്തു. കൊച്ചി തന്നെ വിഷയമാക്കിക്കൊണ്ട് കുറച്ച് നാൾ ഞാനത് ചെയ്തു. വീണ്ടും ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം, RLVയിലെ കോളേജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആർട്ടിലേക്ക് തന്നെ നിൽക്കാതെ എൻ്റെ ലീവ് കഴിയുകയും ഞാൻ തിരിച്ച് സ്കൂളിലേക്ക് വരികയും ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും കുട്ടികളായിട്ട് കൂടുതൽ പെടാനൊക്കെയുള്ള സാഹചര്യമാണല്ലോ സ്കൂളിലുള്ളത്. അപ്പോൾ കുട്ടികളുടെ ആ ഒരു കളിയും ചിരിയും അവരുടെ എക്സ്പ്രഷൻസ് ഞാൻ ക്യാച്ച് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ സ്കൂളിലായിരിക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യാം, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എന്ത് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് കുട്ടികളെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രങ്ങൾ ഇപ്പോൾ ചെയ്യാൻ ഞാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്. അങ്ങനെ ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കുറേ എക്സ്പ്രഷൻസ്, അവരുടെ ലൈഫ്, അവരുടെ ഒരു മൂഡ്, അവരുടെ ഒരു പല ഒരു മോഡ് ഓഫ് ലൈഫ് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടാണ് എൻ്റെ ഇപ്പോഴത്തെ ശ്രമം. അത് പല കളേഴ്സിൽ കൂടെ, ആ കളേഴ്സിൽ തന്നെ ഒരു എൻ്റേതായ ഒരു രൂപം കൊണ്ടുവരിക. ഇനി ഞാനൊരു ഇന്ത്യൻ, ഇവിടുത്തെ ഒരു ഒറിജിനാകുമ്പോൾ ഇവിടുത്തെ ഒരു ശൈലി അതിലേക്ക് സ്വരൂപിച്ചുണ്ടാക്കുക, അതൊക്കെ എൻ്റെ മനസ്സിലൊരു ഒരു ധ്യാനമാണ്. അതൊക്കെ നടത്തണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു യാത്രയാണ്. ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിലിനിയും മാറ്റമുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലൊരാശയം കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത്. കൊണ്ടു നടക്കുകയും അതിന് മനസ്സിൽ തന്നെ കുറേ രൂപപ്പെടുകയും ചെയ്യും. പിന്നെ സ്കെച്ച് ചെയ്യും. അത് ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ടാക്കും. പെർഫെക്റ്റ് സ്കെച്ചിലേക്ക് എനിക്ക് വരാൻ സാധിക്കാറില്ല. എങ്കിലും ഒരു രൂപം എന്തായാലും ഉണ്ടാകും. അല്ലാതെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അതൊരു വളരെയധികം സ്ട്രഗിളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ സ്കെച്ച് ചെയ്ത് അത്യാവശ്യം രൂപമാക്കിയിട്ട് എന്നിട്ടാണ് ഞാൻ അതിലേക്ക് ക്യാൻവാസിലേക്ക് പകർത്താനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. അത് തീർച്ചയായും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിലപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം, അല്ലെങ്കിൽ അത് ആ സമയത്ത് ചില സ്പാർക്കുകളിലൂടെ നമുക്ക് ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. എങ്കിലും ഒരു ആശയം ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുകയും അതിനെ രൂപപ്പെടുത്തി അത് വരയ്ക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് അതിലൊരു സക്സസ്ഫുള്ളായിട്ട് തോന്നുന്നത്. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് തോന്നും പെട്ടെന്ന് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യണം. അങ്ങനെയും ചെയ്യാൻ സാധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് കളേഴ്സൊക്കെ കൂടുതൽ എടുത്തിട്ട് നമ്മുടെ ഒരു സ്കെച്ചിങ്ങും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലൊരു വിഷ്വൽ ഇമേജ് കൊണ്ടുവരികയും അതിനെ നമ്മുടെ നേരിട്ട് ക്യാൻവാസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കാറുണ്ട്. അത് നമ്മുടെ ഒരു പ്രാക്ടീസ് പോലെ ഇരിക്കും. അപ്പോൾ ചിലപ്പോൾ അത് നല്ല സക്സസ്ഫുള്ളായിട്ട് വരും. അപ്പോൾ അങ്ങനെ 2-3 ചെയ്യാൻ സാധിക്കും. എങ്കിലും നമ്മൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് കണ്ടൻ്റ് ഉള്ള ഒരു ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്കെച്ച് ചെയ്തിട്ട് ചെയ്യുന്നതാണ് എനിക്ക് താല്പര്യം. ചിത്രകാരന് അറിവ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ ആയിരിക്കുന്നോ അവൻ്റെ സാഹചര്യം, അവൻ്റെ ആ ഭൂപ്രദേശം, അതിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവൻ തീർച്ചയായിട്ടും അറിവുണ്ടായിരിക്കണം. അവൻ പിന്നെ ഏത് തലത്തിൽ അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലെ കലയാണോ അവൻ കൈകാര്യം ചെയ്യുന്നത്, ആ കലാരൂപത്തിൻ്റെ ഒരു ചരിത്രം, പിന്നെ അതിൽ സമകാലീനമായിട്ട് വരുന്ന മാറ്റങ്ങൾ, പിന്നെ ലോകമെമ്പാടും അതിലുണ്ടാകുന്ന ചലനങ്ങൾ, ഇതെല്ലാം അവൻ അറിഞ്ഞുണ്ടായിരിക്കണം. അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും അറിയാനും അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളാനും ശ്രമിക്കേണ്ടതാണ്. ചിത്രരചനയിൽ ഏർപ്പെടുമ്പോൾ 2 ദിവസം 3 ദിവസം, പക്ഷേ എനിക്ക് എൻ്റെ സമയം ഒരു ദിവസം ഇത്ര സമയം, കുറച്ച് സമയം ഞാൻ ഇരിക്കാൻ സാധിക്കാറുള്ളൂ. ഒരാഴ്ച കൊണ്ടൊക്കെ ചിത്രം വരച്ച് തീർക്കാനായിട്ട് സാധിക്കും. പക്ഷേ ചില ചിത്രങ്ങൾ വരച്ച് പകുതിയാക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ചാകുമ്പോൾ നമുക്കതൊരു ചിലപ്പോൾ ഒരു തടസ്സം നേരിടുകയോ എന്തെങ്കിലും ചെയ്യുന്നത് ചിലപ്പോൾ അത് മാറ്റി വയ്ക്കുകയും പിന്നീട് എടുക്കുകയും ചെയ്യാറുണ്ട്.
എങ്കിലും ഒരെണ്ണം നമ്മൾ ക്ലിയർ ഐഡിയ ആയിട്ട് അല്ലെങ്കിൽ വരച്ച് തീർക്കണം എന്നുള്ള ഒരു ഭയങ്കര എനർജിയോട് കൂടി ഇരിക്കുകയാണെങ്കിൽ ഒരു 3-4 ഡേയ്സ് കൊണ്ട് എന്തായാലും തീർക്കുവാനായിട്ട് സാധിക്കും. വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. ഹസ്ബൻഡിന് ഇത് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് കല്യാണവും വിവാഹമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ട്രെയിനിങ് RLVയിൽ പോയി ചേർന്നത്. ഇപ്പോഴും ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. ഇവിടെ അപ്പച്ചനും അമ്മച്ചിക്കും ഇത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അവരുടെയും വളരെയധികം നല്ല സപ്പോർട്ടുണ്ട്. എനിക്ക് RLVയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയത് തന്നെയാണ് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കരുതുന്നത്. പിന്നെ ലളിതകല അക്കാഡമി എക്സിബിഷൻസിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ പണ്ടൊക്കെ കാർട്ടൂണൊക്കെ വരയ്ക്കുക, ഇപ്പോൾ എല്ലാത്തിലും നമുക്കൊരു ഇതുണ്ടെന്ന് ഡൽഹിയിലെ എക്സിബിഷനിൽ എൻ്റെ ഇത് സെലക്ഷൻ കിട്ടുകയൊക്കെ ഉണ്ടായി. ഒരു 60 എണ്ണം പറയാൻ പറ്റില്ല, എണ്ണിയിട്ടുമില്ല, എങ്കിലും നല്ല രീതിയിൽ ഒരു 60 എണ്ണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു കൊച്ചിനെ പറ്റിയിട്ടൊരു 6x6 9 അതായത് 2x2 9 ക്യാൻവാസുകൾ അടങ്ങിയിരിക്കുന്ന ഒരു സ്ലാബ് പോലെ ടൈല് പോലെ ഞാൻ ചെയ്തു. അതെനിക്ക് സ്പർശിച്ചതാണ്. പിന്നെ ഇപ്പോഴത്തെ രീതിയിൽ നമ്മുടെ കുട്ടികളെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ചിത്രമുണ്ട്, അതും എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. ഓരോന്ന് കഴിയുമ്പോഴും ഓരോ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വരച്ച് തീർക്കാൻ പറ്റാത്തതിനെ പറ്റിയിട്ടുള്ള സങ്കടങ്ങളാണ് ഏറെ. പ്രത്യേകിച്ച് ഒരാളെ പറയാൻ ബുദ്ധിമുട്ടാണ്, എങ്കിലും പലരുടെയും പല രീതികളും പല ആശയങ്ങളും ശൈലികളും സ്വാധീനിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് പഠിക്കാൻ പോകുമ്പോൾ ഓരോ കാലഘട്ടത്തിലെ ആളുകളെക്കുറിച്ച് പഠിക്കുമ്പോഴും നമുക്ക് അതിലേക്ക് ഇൻഫ്ലുവൻസ് തോന്നാറുണ്ട്. എങ്കിൽ MF ഹുസൈൻ, റാസ, അഞ്ജലി ലീല മേനോൻ, ഇന്ത്യക്കാരിൽ അവരെയൊക്കെ എനിക്ക് പ്രിയപ്പെട്ടതാണ്. അവരുടെ ശൈലികൾ ഞാൻ പഠിക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. കഴിവ് ഉള്ളവർ അത് തീർച്ചയായിട്ടും അത് പ്രോത്സാഹിപ്പിച്ച് അത് സ്വയം വളർത്തിയെടുക്കാനും ശ്രമിക്കേണ്ടതാണ്. അവർക്ക് അവരുടെ വീടുകളിൽ നിന്ന് സപ്പോർട്ടോടു കൂടി അവർ അത് സ്വയം വളർത്തിയെടുക്കണം, അത് പഠിക്കണം. അത് വളരെ ഹാർഡ് വർക്ക് വേണ്ട, ഒരു സെൽഫ് ഡെഡിക്കേഷൻ വേണ്ട ഒരു മേഖലയാണ് ചിത്രകല. അവർക്ക് ഇത് പഠിക്കാൻ പോവുകയാണെങ്കിൽ തന്നെയും ഈ ചിത്രകലയിൽ മാത്രം ഊന്നി നിൽക്കാതെ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെയധികം സ്ട്രഗിൾ കാണുന്നതായിട്ട് എനിക്ക് എൻ്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ചിത്രകലയിൽ ഉറച്ചു നിൽക്കണമെന്നുണ്ടായിരിക്കെ അവർക്കതിന് സാധിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യ കാലഘട്ടങ്ങളിൽ അവരുടെ ഫോർമേറ്റീവ് സ്റ്റേജിൽ അവർക്കൊരു ജോലി കിട്ടിയാൽ അവർക്കത് സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ അവരുടെ വേറെ പല സ്കിൽസും അത് ഡെവലപ്പാകാൻ സാധിക്കും. ചിത്രകാരന്മാർ എപ്പോഴും ഒരു ഇൻട്രോവേഷനിലേക്ക് പോകുന്ന ആളുകളായതുകൊണ്ട്, സ്വയം ഐസൊലേറ്റഡ് ആയിട്ട് ഒരിടത്തിരുന്ന് വരയ്ക്കുന്നതായതുകൊണ്ട് കുറച്ചുകൂടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് നാളൊന്ന് വേറെ മേഖലകളിൽ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലകളിൽ വർക്ക് ചെയ്യുകയും പിന്നീട് സ്വതന്ത്രമായിട്ട് ചെയ്യുകയും ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് മിക്കവർക്കും ഈ മേഖലയിൽ വന്നാൽ വിജയിക്കുമോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ കഴിവുള്ളവർ എന്തായാലും ഇതിനെ വളർത്തിയെടുക്കണം, അതിൽ നിന്ന് ഊർജം കണ്ടെത്തി അത് നിലനിർത്തിക്കൊണ്ട് പോവുകയും ചെയ്യണം. സമൂഹത്തിന് എന്തെങ്കിലും നന്മ തിരിച്ചു കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കണം.